ഫൈൻഡ് ആവുന്ന കേസസ് എന്തൊക്കെയാണ്? ഒന്ന് എ ഗ്രേറ്റർ ദാൻ 0 ആവണം, പിന്നെ എ ഒരിക്കലും 1 ആവാൻ പാടില്ല, പോരാഞ്ഞിട്ട് എക്സ് അത് ഓൾറെഡി 0 ആവണം, ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, വാല്യൂ ഓഫ് ലോഗ് എക്സ് ഇസ് ദി പവർ ഓഫ്, ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മുടെ ജോൺ നേപ്പിയർ ആണ് എന്താ പറഞ്ഞത്? എക്സ് എന്ന് പറഞ്ഞതിന് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ദി പവർ ടു വിച്ച്, എയുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലാണോ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലാണോ എക്സ് വരുന്നത്. ഇപ്പം വൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് വരുന്ന ആ രീതിയിൽ. ഇനി ഇതെങ്ങനെ ഡിഫൈൻഡ് ആവുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എക്സ് മൈനസ് 1 അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ അതേതാ? എക്സ് ബിലോങ്സ് ടു എക്സ് 1ന് മുകളിലേക്ക് പോകണം അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം ഒന്നാമത്തെ കാര്യം. പിന്നെ എക്സ് 1 ആവാൻ പാടില്ല, അത് രണ്ടാമത്തെ കാര്യം. ശരി, ഈ ചങ്ങായോ, ഈ ചങ്ങ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് 6 ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ് മൈനസ് 3 എക്സ് മൈനസ് 2 അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇത്ര നേരം പഠിച്ചാൽ നമ്മൾ വേവി കർവ് മെത്തേഡ് പ്ലസ് മൈനസ് പ്ലസ് ഗ്രേറ്റർ ദാൻ 0. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 യൂണിയൻ 3 മുതൽ ഇൻഫിനിറ്റി. ഇവിടെ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനിവിടെ ഫാക്ടറൈസ് ചെയ്ത രീതി കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ സാറിൻ്റെ ഫാക്ടറൈസ് ചെയ്ത രീതി കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുക, അത് എന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. ലോഗ് ആയിട്ട് എ എന്ന് പറഞ്ഞാൽ അത് 1 തന്നെ സ്വാഭാവികം. ഇതാണെങ്കിലും -1, ഇതാണെങ്കിലും -1 തന്നെ. 1 എയുടെ മോഡ് എന്ത് പവർ കൊടുത്താലാണ് 1 കിട്ടുക? 0. ഇതാണെങ്കിലോ ഈ സാധനം ഇൻ്റർചേഞ്ച് ചെയ്യുക. അന്നേരം ഇവിടെ ബി ലോഗ്, ബിയുടെ മുകളിൽ ലോഗ് a⁻a വരും, അത് 1 ആവും. സോ വെറും ബി മാത്രം വരും. ഇനി ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ വേവി കർവ് വെറുതെ സമ വേസ്റ്റ് ആക്കണ്ട. ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത് r- ആണെങ്കിൽ മിനിമം വാല്യൂ -2 ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇത് ഫാക്ടറൈസ് ചെയ്യാണ്. ഇതേത് മെത്തേഡ് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൺസ് മെത്തേഡ്. അപ്പോൾ ഇവിടെ കോമൺ പി ആണ്, പി കോമൺ എടുക്കുക. അപ്പോൾ q പ്ലസ് എ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബി ക്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം q പ്ലസ് എ വേണം. അപ്പോൾ ഒരു എ വേണ്ട സാധനം വേണം അല്ല എക്സ്ട്രാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എ കൊടുക്കും, പിന്നെ ബി കോമൺ ആയിട്ട് വരണം. അപ്പം ബി ആ എ ബി ഞാൻ ഇങ്ങനെ ആക്കും. എന്നിട്ടോ പി q പ്ലസ് എ ഉണ്ട്, ഇവിടുന്ന് ബി കോമൺ ആയി q പ്ലസ് എ ഉണ്ട്, -ab വന്നു. q പ്ലസ് എ കോമൺ ആണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? q പ്ലസ് എ ഇവിടുന്ന് അങ്ങോട്ട് കോമൺ എടുക്കും. അപ്പോൾ പി പ്ലസ് ബി ഉണ്ട്, മൈനസ് അല്ല ab. ഇങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അങ്ങനെ ഉണ്ട്, കൊള്ളാം അല്ലേ? എക്സ് മൈനസ് ആണ് ഇതിൻ്റെ ഫാക്ടറാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫാക്ടർ ഇത് പഠിച്ചിട്ടുണ്ട്, ഫാക്ടർ തിയറം. ഈ ഒരു സാധനത്തിൻ്റെ ഏത് വാല്യൂലാണ് 0 വരുന്നത് അത് നമ്മളിങ്ങനെ പറയും, ഈ വാല്യൂലാണ് 0 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ പറയും x-1 എന്ന് പറയുന്ന ഫാക്ടറാണ്. അപ്പോൾ ഇതൊരു ഫാക്ടർ ആണെങ്കിൽ ഇതൊരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x-1 ഇൻറ്റു x+1 അതൊരു ഫാക്ടർ, ബിക്കോസ് a² - b². അത് 2 ഫാക്ടറാണ്. ദാറ്റ് മീൻസ് 1 അല്ലെങ്കിൽ -1 കൊടുത്ത് ഇതിൻ്റെ വാല്യൂ 0 വരാൻ. അപ്പം 2p + 4q എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ ഞാൻ 1 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ 1 പ്ലസ് q പ്ലസ് p പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 ആവണം. ദാറ്റ് മീൻസ് q പ്ലസ് p ഇസ് ഈക്വൽ ടു -3 ആവണം. ഇനി -1 ഞാൻ അവിടെ കൊടുത്ത്, -1 പ്ലസ് q മൈനസ് p പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഇവിടുന്ന് 1 വരും. അപ്പോൾ q മൈനസ് p ഇസ് ഈക്വൽ ടു -1 വരും. അപ്പോൾ നമുക്ക് q മൈനസ് p ഇസ് ഈക്വൽ ടു -1 വരും. അപ്പോൾ 2q ഇസ് ഈക്വൽ ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 വരും. q ഇസ് ഈക്വൽ ടു -2 വരും. q -2 ആണെങ്കിൽ അതിവിടെ കൊടുക്കാം. -2 പ്ലസ് p ഇസ് ഈക്വൽ ടു -3 ആണെങ്കിൽ p ഇസ് ഈക്വൽ ടു -1 വരും. q -2 അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. 2p പ്ലസ് 4q എത്ര? 2p. പിന്നെ ഡബിൾ അപ്പം -2 പ്ലസ് ഇതിന് 4 ടൈംസ് അപ്പം -8 ഇസ് ഈക്വൽ ടു -10 കിട്ടിയിട്ടുണ്ട്. സോ യെസ്, ദാറ്റ്സ് ദി വാല്യൂ. അടുത്തത് ഇതിന് വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ഉള്ളത് സാധനം ഇത് പോസിറ്റീവ് 2 പോസിറ്റീവ് കിട്ടി 0 ആണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അത് വെറുതെ കൊടുത്താൽ എന്നിട്ട് ഉത്തരം കണ്ടെത്തിക്കളാം. അന്നേരം രണ്ടും കോമൺ ആയിട്ട് വരാൻ 7 ആണ്. ഇവിടെ 2 സൊല്യൂഷൻസ്, ഇവിടെ 2 സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷേ രണ്ടിടത്തും 0 വരണം. അപ്പോൾ രണ്ടിടത്തും 0 വരുന്നുണ്ടെങ്കിൽ രണ്ടിടത്തും കോമൺ സാധനങ്ങൾ എടുക്കുക. അതുകൊണ്ട് എക്സ് കോമൺ ആയിട്ട് എടുക്കുന്നത്. ഇനി വാല്യൂ ഓഫ് ലോഗ് എ കനോട്ട് ബി നെഗറ്റീവ്. ഇല്ല, ലോഗ് എയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആകും. പക്ഷേ ഇവിടെയുള്ള കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അതേപോലെ എ നോട്ട് ഈക്വൽ ടു 1 ആണ്. അത് മാത്രമേ കൺസ്ട്രെയിൻസ് ഉള്ളൂ. ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ഒക്കെ വരും. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ലോഗ് 2⁻1/2 ഇതിൻ്റെ വാല്യൂ -1 അല്ലേ? അപ്പോൾ കണ്ടോ നെഗറ്റീവ് ആവാം. ഇനി ഇത് നമ്മൾ ജോൺ നേപ്പിയർ പറഞ്ഞു a⁻y = x. അത് തന്നെ നമ്മളെ ഡെഫിനേഷൻ ഓഫ് ലോഗരിതം. അടുത്ത നോക്കാം നമുക്ക്. ലോഗ് എ ഇസ് ഡിഫൈൻഡ്, എവിടെയൊക്കെയാണ് ഡിഫൈൻഡ്?
എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ എക്സ് ആർ പോസിറ്റീവ് ആണ്, 0 ആവാനും പാടില്ല കേട്ടോ. ഡിഫൈൻഡ് ഇനി ഡിഫൈൻഡ് എക്സ് ഇസിക്കൽ ടു ആർ പ്ലസ് ദാറ്റ് ഈസ് ട്രൂ. ഇത് തെറ്റാട്ടെ, ഫോൾസ്. ലോഗ് 1 ഡിഫൈൻഡ് ആണോ? ഇല്ല, ഒരിക്കലും ബേസ് 1 ആവാൻ പാടില്ല. സോ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യണമെങ്കിൽ നമുക്കെല്ലാം ഒന്ന് കംപ്ലീറ്റ് പവർ ഒന്ന് ഇവിടത്തേക്ക് മൾട്ടിപ്ലൈ. അപ്പം എം എൻ പ്ലസ് എം, പിന്നെ ഇവിടെ 2 എന്തുണ്ട് 2n പ്ലസ് n, ദാറ്റ് ഈസ് 3n റൈറ്റ്. 3n ഉണ്ട്. ഇതൊന്നുകൂടി പ്ലസ് ചെയ്ത് കളയാം. അപ്പോൾ എന്താ കിട്ടുക? ഒരു പ്ലസ് 3n കൂടി ഉണ്ടാവും. അടിയിൽ എന്ത് സാധനമുള്ളത്? 2mn പ്ലസ് n, പിന്നെ ഒരു 2m കൂടി ഉണ്ട് അല്ലേ. മൈനസ് ചെയ്ത് കളയാം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവും. mn ക്യാൻസൽ ആവും. മീൻ 2 മുകളിൽ മൈനസ് ആവുന്നത്. പിന്നെ n ക്യാൻസൽ ആയിട്ട് 2n ഉണ്ടാവും. 2യുടെ മുകളിൽ 2n ഉണ്ടാവും. പിന്നെ എന്താ ഉള്ളത്? ഒരു ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഒരു മൈനസ് m കൂടി ഉണ്ടാവും. ഇസിക്വൽ ടു 1. ദാറ്റ് മീൻസ് 2n മൈനസ് m ഇസിക്വൽ ടു ഈ 0 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 0 2n ഇസിക്വൽ ടു m. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 2n ആണ്. ഇതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂസ് നമുക്കൊരു നിച്ചോട് അല്ലെങ്കിൽ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ്റെ ഉള്ളിലുള്ള ബേസും അതേപോലെ ആർഗ്യുമെൻറ്റും രണ്ടും 0യുടെയും 1ൻ്റെയും ഇടയിലാണ്. അല്ലെങ്കിൽ 1 വലുതാണ്, 1നേക്കാളും വലുതാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ 0നും 1ൻ്റെ ഇടയിൽ രണ്ടുപേരും ബേസ് ആർഗ്യുമെൻറ്റും, അല്ലെങ്കിൽ 1നേക്കാളും വലുതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ലോഗിൻ്റെ വാല്യൂ അത് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനി നമ്മുടെ ബേസ് ആർഗ്യുമെൻറ്റും ഒരുത്തൻ 0യുടെ 1ൻ്റെ ഇടയിൽ ഒരുത്തൻ 1ൻ്റെയും മറ്റേൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് വൈസ് വർസ ആണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് നെഗറ്റീവ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ഇത്. ഇവിടെ ഇയാൾ നോക്കി 0യുടെ 1ൻ്റെ ഇടയിലാണ്, പക്ഷേ ഒരുത്തനാണെങ്കിൽ 1നേക്കാളും വലുതാണ്, അപ്പോൾ നെഗറ്റീവ് വന്നു വാല്യൂ. പക്ഷേ രണ്ടുപേരും 0യുടെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ കറക്റ്റ് പോസിറ്റീവ് വരും. രണ്ടുപേരും 1ന് ശേഷമാണെങ്കിൽ പോസിറ്റീവ് വരും. ഓക്കെ, ആ ഒരു വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി രണ്ട് ലോഗരിതംസ് ഈക്വൽ ടു ദെയർ ഇതാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ? ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ? അപ്പോൾ ഞാൻ പറയും ഇത് രണ്ട് എക്സ് ഇസിക്കൽ ടു വൈ എന്ന് നമുക്ക് പറയാൻ പറ്റും, ബേസ് സെയിം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറയും ലോഗ് എക്സ് ബേ, ഞാൻ ഇതിനെ വിളിക്കും പി എന്ന് വിളിക്കും. അതേപോലെ ലോഗ് എ വൈ പിന്നെ ഞാൻ വിളിക്കും ക്യൂ എന്ന് അങ്ങനെ വിളിക്കാം. ശരി, എനിക്ക് എക്സിന് എന്താ വൈറ്റ് പറയാൻ പറ്റും? എ റൈസ് ടു പി എന്ന് വിളിക്കാൻ പറ്റും. ശരി, അല്ല ഇതിനെ നമുക്ക് ക്യൂ എന്നല്ലല്ലോ, രണ്ടും ഒരേ ഈക്വലാണ്, അപ്പോൾ അതിനെയും പി എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. ഇനി വൈനെ എനിക്ക് എന്ത് വിളിക്കാൻ പറ്റും? എ റൈസ് ടു പി എന്ന്. രണ്ട് സെയിം സാധനം. ദാറ്റ് മീൻസ് എക്സ് ഇസിക്കൽ ടു വൈ. ഡൺ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 5 മൈനസ് എക്സ്, നമ്മൾ ജോൺ നേപ്പിയർ ഇത് 5 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 65. എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 25 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 10x ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 65 റൈറ്റ്. അപ്പം എക്സ് സ്ക്വയർ ക്യാൻസൽ ഹോ ഗയാ. റൈറ്റോട്ടേക്ക് പോയപ്പോൾ 8x കിട്ടി. പിന്നെന്താണത്? ഇങ്ങോട്ടേക്ക് പോയപ്പോൾ 65 പ്ലസ് 25 ദാറ്റ് ഈസ് 80 മൈനസ്, സോറി ഇവിടെ മൈനസ് 80 അല്ല മൈനസ് 40 ആണ് വരിക. മൈനസ് 40 വരും. സോ എക്സ് ഇസിക്കൽ ടു -5 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി എക്സ് ഇസിക്കൽ ടു -5 എവിടെയും കൊടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് വെക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ സോൾവ് ചെയ്തു, പക്ഷേ ഇവിടെ നമുക്ക് ഡിഫൈൻഡ് ആണ് നോക്കണം. അപ്പോൾ എക്സ് ഇസിക്കൽ ടു -5 കൊടുക്കാൻ പറ്റുമോ? ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇതിനൊന്ന് -5 കൊടുത്തപ്പോൾ 25 മൈനസ് ഇവിടെ പ്ലസ് ആവും, അപ്പം 10 ആവും, പ്ലസ് 65. ഓക്കെ, പോസിറ്റീവ്. അപ്പോൾ ഇവിടെയും കൊടുക്കുക. സോ -5 ഇസ് ദി ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ദിവസം നോക്കാം എക്സ് മൈനസ്. വീട് നമ്മൾ ജോൺ നേപ്പിയറിൻ്റെ പരിപാടി ചെയ്യാൻ തുടങ്ങണം. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2x ഈക്വൽസ് 4. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഈക്വൽസ് 0. സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. എക്സിന് ഐദർ -1 ആവാം അല്ലെങ്കിൽ എക്സിന് 3 ആവാം. -1 ഇവിടെ കൊടുക്കാൻ പറ്റൂലെന്ന് ചിന്തിച്ച് നോക്കും. -1 കൊടുത്തു കഴിഞ്ഞാൽ -1 -2 ആവും. ഓക്കെ, ബേസ് അപ്പം ലെസ് ദാൻ 0 ദാറ്റ് ഈസ് അൺഡിഫൈൻഡ്. -1 ആവാൻ പറ്റൂല. ഇനി ഇവിടെ 3 കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ശരി, 3 മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉത്തരം കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഇതിവിടെ നമുക്ക് ഡിഫൈൻഡ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ശരിയായ ഉത്തരം കിട്ടൂല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നമ്മൾ എന്ത് ചെയ്യാം? 3 റേസ് ടു x - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റേസ് ടു x - 6 ആണ്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു പരിപാടി ചെയ്യാം. 3x ഇൻറ്റു 3 -1 താഴോട്ട് കൊണ്ടുവന്നു. അതേപോലെ 3x -6. നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ 3x ന് t വിളിക്കുക. അപ്പം t/3 = t - 6. ഓഹോ, ഇപ്പം കാണാൻ എന്ത് സിമ്പിളാണ് സോൾവ് ചെയ്യാൻ അല്ലേ. t = 3t - 18 പുറത്തോട്ടൊക്കെ കൊണ്ടുവരാം. അപ്പോൾ 2t = 18, t = 9. അപ്പോൾ t എന്ന് പറഞ്ഞാൽ 3x ആണ്, അത് എന്ന് പറഞ്ഞാൽ 9 പോലും. അങ്ങനെ ആകുമ്പോൾ x 2 അല്ലേ. ശരി, ഇനി x 2 ഇവിടെ കൊടുക്കാൻ പറ്റുമോ? x 2 ഇവിടെ കൊടുക്കാം, കുഴപ്പമില്ല, ഡിഫൈൻഡ് ആണ്. സോ x 2 എന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരം. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ 2/3 ദാറ്റ് ഈസ് 8 = 4 + log 3/x, റൈറ്റ്. അപ്പോൾ 4 = log x/3. 3/4 ദാറ്റ് മീൻസ് 81 = x. ആയില്ലേ. ഇനി ഇവിടെ 81 കൊടുത്തുകൂടെ? എക്സിന് 81 കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഇറ്റ്സ് ഡിഫൈൻഡ് 81. ഓക്കെ, ഇനി ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് നടത്താൻ ഇതെന്ത് ഞാൻ ഇത് റൈറ്റോട്ടേക്ക്, ഈ സാധനം റൈറ്റോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ ഞാൻ log 2x + 1 = log 2x - 3. ഞാൻ പറഞ്ഞു രണ്ടും ബേസ് സെയിം ആണെങ്കിൽ ഇത് കട്ടായിപ്പോൾ, ലോഗ് കട്ടാവുന്ന പോലെ തന്നെ അല്ലേ. അപ്പോൾ അത് x + 1 = 2x - 3 ആയിരിക്കും. അപ്പം x = 4 ആണെന്ന് കിട്ടി. ഡൺ. അപ്പോൾ ഇനി കൊടുക്കാൻ പറ്റും നോക്കാം. 4 കൊടുക്കാം, കുഴപ്പമില്ല. ഇതിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം മീൻസ് എങ്ങനെ ചെയ്ത് നോക്കാം? 7 ഈ x എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കുഴപ്പമില്ല. സോ log 7 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. സോ ഇവിടെ x + 2x ദാറ്റ് ഈസ് 3x = -9, x = -3 കിട്ടി. ഈ -3 ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, x എപ്പോഴും >0 ആയിരിക്കണം. സോ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. സോ -3 എക്സിന് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഇല്ല. കംപ്ലീറ്റ് ഇക്വേഷൻ എക്സിന് സൊല്യൂഷൻ ഇല്ല. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയുള്ളൊരു ഇതിൽ log mn ആണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനെന്ന് വെച്ചാൽ ഈ ചങ്ങായിനെ x എന്ന് വിളിക്കും. ഏത്? log ma അതിനെ x വിളിക്കും. അതേപോലെ മറ്റവൻ ആര് വിളിക്കും? log na അതിനെന്ത് വിളിക്കും? y എന്ന് വിളിക്കാം. ഇനി നമ്മൾ ജോൺ നേപ്പിയർ ആണ് a⁻x = m എന്ന് പറയാം. ഗുഡ്. അതേപോലെ a⁻y = ml. അതെന്താ, സോറി ഞാൻ എഴുതി എനക്കൊന്നും ചെയ്യുന്നില്ല അല്ലേ. n. ശരി, ഞാൻ എന്ത് ചെയ്യും? m + n ചെയ്യാണ് എൻ്റെ ഒരു സന്തോഷത്തിന്. അല്ല സോറി, mn ചെയ്ത് കളയാം. m × n ചെയ്ത് കളയാം. അതെന്താണ്? a⁻x + y ആണ്, റൈറ്റ്. അപ്പം mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻x + y. ജോൺ നേപ്പിയറിന് നേരെ ലോഗരിതത്തിലേക്ക് പോകണം. ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഗരിതമിക് ഡെഫിനിഷനിൽ ഈ പവറായിരിക്കും വാല്യൂ ആയിട്ട് വരാം, x + y. അതേപോലെ ഇൻറ്റു എന്തിനാണോ നമ്മൾ ലോഗിൻ്റെ ഉള്ളിൽ ഈ സാധനം വരും, mn വരും. ബേസ് എൻ്റെ മുകളിൽ എന്ത് പവറാക്കിയാലാണോ mn വരുന്നത്, കറക്റ്റ് ആണല്ലേ? ശരി, x + y. x ഞാൻ ഇതിനെ വിളിച്ച്, ഇവനെ വിളിച്ച്, എമ്മിനെ വിളിച്ചു. x ആയില്ലേ, നമ്മുടെ ഡെഫിനേഷൻ ആയി. x ഇവനായിരുന്നു വിളിച്ചത്. സോ log ma പ്ലസ് ഇവനാണ് y വിളിച്ചത്, log na ആയില്ലേ. സോ ഇതുപോലെ ഉണ്ടെങ്കിൽ ആഡീഷനാണ് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈറ്റ് ചെയ്തിട്ട് ലോഗ് ഇങ്ങനെ എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. അതിൻ്റെ പ്രൂഫ് പറഞ്ഞു ഞാൻ. അടുത്ത ഇവനെ ഞാൻ എന്ത് വിളിച്ച്? ഇവനെ x വിളിച്ച്, ഇവനെ ഞാൻ y വിളിച്ച്. ശരി, ഗുഡ്. അപ്പം ഞാൻ പറയും a⁻x = നമ്മൾ m, a⁻y = n, m/n നിങ്ങൾ ചെയ്ത് കളയാം ഒരു സന്തോഷത്തിന്. m/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻x - y എന്ന് പറയാൻ പറ്റും, റൈറ്റ്. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ ലോഗരിതം ആണ്. log m/n, അത് എയുടെ പവർ, അതെന്ന് പറഞ്ഞാൽ x - y ആണ്. x എന്ന് പറഞ്ഞാൽ ഇവനാണ്, y എന്ന് പറഞ്ഞാൽ ഇവനാണ്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലോഗ് ഏതോ പവർ ബേസ്, സെയിം ബേസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും log y. ഇത് ഈ ഒരു പ്രോപ്പർട്ടി, രണ്ട് ബേസസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് സുഖമായിട്ട് ചെയ്യാം. സെയിം ബേസ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഈ പരിപാടി ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ആദ്യം log m to the base a ഞാൻ വിളിക്കുകയാണ്. എന്താ വിളിക്കുക? ടി വിളിക്കുക അല്ലേ. a⁻t = m. ഇതിനെ ഞാൻ എക്സ് കൊണ്ട് റേസ് ചെയ്യാം. അപ്പോൾ എക്സ് ഇവിടെയും വരും, എക്സ് വരും. സോ a⁻tx = mx. ഗുഡ്. ഇനി വീണ്ടും നമ്മളെ ലോഗരിതം എങ്ങനെയാണ് മാറ്റിയത്? എന്തിൻ്റെ പവർ ആക്കിയപ്പം ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് log m⁻x ബേസ് a = a അല്ല സോറി xt, റൈറ്റ്. xt, ടീനെ ഞാനായിരുന്നു വിളിച്ചത്, ഇവനെ ആയിരുന്നു ഞാൻ ടി വിളിച്ചത് അല്ലേ. അപ്പോൾ അവനെ ഞാൻ എടുത്ത് എഴുതാൻ പോവാണ് അവിടെ.
ഓക്കെ, അപ്പോൾ നോക്കി നോക്കി ഇവിടെ ഇങ്ങനെ പവർ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കോട്ടേക്ക് വരാം. അപ്പോൾ ഞാൻ പ്രൂഫ് ചെയ്തല്ലോ കറക്റ്റായിട്ട്. ഇതാണ് ബേസിക് പ്രൂഫ്സ് പ്രോബ്ലം ആണ്. ഓക്കെ, ഇതെന്താ ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചിന്തിക്കാൻ പോലും ഇല്ല. ഇതും ചെയ്ത് നോക്കാം, സോൾവ് ചെയ്യാം. അപ്പോൾ നോക്കി നോക്കാം എക്സ് സ്ക്വയർ. ശരി, അപ്പോൾ എനിക്കതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ 2 log 2x ഇത് തിരിക്കാം, ഐ മീൻ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യും മീൻസ് മയക്കാം. ഇവിടെ എക്സ് വന്ന് ഇവിടെ 2 വന്നപ്പോൾ log 2 അപ്പം നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ശരി, അപ്പോൾ എക്സ് സ്ക്വയർ -3x -4 = 0, എക്സ് -1 എക്സ് മൈനസ് ചിന്തിക്കട്ടെ, ഇവിടെ നെഗറ്റീവ് ആട്ടോ, സോറി. അപ്പം ഫാക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, എക്സ് 4 ഉണ്ട് -1 ഉണ്ട്. ശരി, ഞാൻ 4 ഇവിടെ കൊടുത്ത് കുഴപ്പമില്ല, -1 ഇവിടെ കൊടുത്ത് കുഴപ്പമില്ല. അപ്പം കംപ്ലീറ്റ് ഡിഫൈൻഡ് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ബിക്കോസ് സ്ക്വയറായി പോകുന്നുണ്ട്, പോസിറ്റീവ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലാണെങ്കിലോ സെയിം തന്നെയാണ് കിട്ടാൻ. പക്ഷേ അവിടെ നേരം നമുക്ക് 4 -1 കൊടുക്കാൻ പറ്റത്തില്ല, -1 കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എപ്പോഴും > 0 ആവണം. -1 കൊടുത്താൽ അത് അൺഡിഫൈൻഡ് ആണ്. സോ 4 മാത്രമേ ഉത്തരവുള്ളൂ അടുത്തതിൽ. സോ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരുത്തൻ ലല്ലു ഉണ്ട്, ഒരുത്തൻ കല്ലും ഉണ്ട്. ലല്ലു ഇത് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ -3 ഈ 4 ബാക്കോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ടോ പറയും 4 log -3. അപ്പോൾ ഇത് നോട്ട് ഡിഫൈൻഡ് അല്ലേ, ഉത്തരം കിട്ടൂല എന്ന് ലല്ലു പറയും. കല്ലു പറയും ശരി -3 എന്ത് ചെയ്യും, റേസ് ടു 4 ചെയ്യും, 81 ആവും. 81 log 3 കൊണ്ട് എത്ര 4 കിട്ടും. അപ്പോൾ ആരാണ് ശരി? ഡെഫിനറ്റ്ലി കല്ലുമാണ് ശരി. ടില്ലു പറയും ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പവർ 4 റേസ് ടു 4 അല്ലെ ഈവൺ പവേഴ്സ് വരുന്ന സമയത്ത് ടില്ലു പറയും ഇങ്ങനെ പവർ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കോട്ടേക്കൊക്കെ പോകുന്നതൊക്കെ ശരി തന്നെ, ലോഗിൻ്റെ ബാക്കോട്ടേക്ക് ഈ പറഞ്ഞ പവർ പോകുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന വാല്യൂ അതുണ്ടാവും, അത് മോഡായി വരുന്നുണ്ട്, മോഡ് ആയിട്ടായിരിക്കും, മോഡ് 3 ആണെന്ന് പറയും. അങ്ങനെ 4 ഉത്തരം വരുന്നതെന്ന് പറയും ടില്ലു. അപ്പോൾ ടില്ലു ആണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയാം, പെർഫെക്റ്റ് ടില്ലു ആണ് കേട്ടോ. കാരണം അങ്ങനെ മോഡോ ഇവിടെ പറയണമെന്ന് വെച്ചാൽ ഈവൺ പവേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് അതിങ്ങോട്ട് മോഡ് വരും. കാരണം വെച്ചാൽ ഒന്നെങ്കിൽ നമുക്കിങ്ങനെ -3 റേസ് ടു ആ ഒരു ഈവൺ പവർ ചെയ്തിട്ട് നമുക്ക് ലോഗ് കണ്ടെത്താം. പക്ഷേ അത് ബാക്കോട്ടേക്ക് കണ്ടുവരുന്ന സമയത്ത് ഓൾറെഡി ആ ഒരു നെഗറ്റീവ് പോകേണ്ടതായിരുന്നു സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബാക്കോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മോഡും കൂടി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. നെഗറ്റീവ് ഓഡ് നമ്പേഴ്സിനാകുമ്പം അവിടെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അൺഡിഫൈൻഡ് ആയി പോകുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബി ആൻഡ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ എന്താ അടുത്താൻ പറയുന്നത്, ഇതിൻ്റെ സാധനമാണ് അടുത്താൻ പറയുന്നത്. ശരി, അപ്പം എ log 3 7. ഓക്കെ, log 3 7 ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് പറയുന്നത്. അപ്പോൾ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കംപ്ലീറ്റ് സ്ക്വയർ ആണ് ഇങ്ങനെ തന്നെ ചെയ്തുകൂടെ അല്ലേ. ആ സ്ക്വയറാണ് ഇവിടത്തേക്ക് പവറിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, റൈറ്റ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 27. അപ്പോൾ 27 ഹോൾ സ്ക്വയർ പ്ലസ് അതും സെയിം അതിൻ്റെ വാല്യൂ കൊണ്ട് തന്നിട്ടുണ്ട്, സെയിം പരിപാടി 49 ഹോൾ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ വാല്യൂ √11 ആണ്. സോ √11 ഹോൾ സ്ക്വയർ 11. അപ്പോൾ 27 ഹോൾ സ്ക്വയർ പ്ലസ് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഞാൻ പറഞ്ഞതിൽ കംപ്ലീറ്റ് തെറ്റാണ്, കാരണം ഇത് ഹോൾ സ്ക്വയർ ആണ്, അല്ലാണ്ട് മൾട്ടിപ്ലൈ ബൈ 2 ഇതല്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ എ log 3/7 ഓക്കെ റേസ് ടു ഒരു log 3/7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ log 3/7. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 27 log 3/7. അതേപോലെ ബാക്കിയുള്ള സാധനം സിമിലർ ആയിട്ട് ചെയ്യാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എത്രയാണ്, 41 log 7/11 പ്ലസ് √11 log 25/11. ശരിക്കേ, അപ്പോൾ ഇത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ആവും. അപ്പോൾ 7 ക്യൂബ് ആവും. 7 ക്യൂബ് പ്ലസ് ഇതും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ 7 സ്ക്വയർ ആവും. അപ്പം 11 സ്ക്വയർ പ്ലസ് ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എത്ര വരാം, 1/2 വരും. അപ്പം 25യുടെ റൂട്ട് ദാറ്റ് ഈസ് 5. അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കൈമ കിട്ടി. ഓക്കെ, ബേസ് ചേഞ്ചിങ് തിയറമാണ്. അപ്പോൾ log a to the b എങ്ങനെ എഴുതാൻ പറ്റും, വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. log a ബൈ എന്തെങ്കിലും ഒരു ബേസ്, അതേപോലെ log b ബൈ വേറെ സെയിം ബേസ് തന്നെ ആവണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഉപയോഗത ഈ ഒരു ക്വസ്റ്റ്യനത്തിൽ നമുക്ക് മനസ്സിലാവും. ബേസ് ചേഞ്ചിങ് തിയറം വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്താ, ഞാൻ ഈ പറഞ്ഞ log അതിന് എക്സ് കൊടുക്കും, log
എ ബൈ ബീനെ ഞാൻ എക്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മളെ മറ്റേ ചങ്ങായി ബി റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ. ശരിക്കേ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇനി നമുക്ക് നോക്കാം. ലോഗ് എയുടെ പകരം ഞാൻ ബി റൈസ് ടു എക്സ് എന്ന് വിളിക്കും. ലോഗ് ബിയുടെ പകരം ബി തന്നെ, വേറെ എന്താ പറയാനാ, സി, റൈറ്റ്. അപ്പം ഈ എക്സിനെ എനിക്ക് ബാക്കോട്ടേക്ക് കൊണ്ടുവരാമല്ലോ. അക്കോർഡിംഗ് ടു ലോഗ് പ്രോപ്പർട്ടീസ് ഇത് സി, ഇത് കട്ട്, അപ്പോൾ എക്സ് ആണ് വരുന്നത്. ശരി, അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ്ലി എക്സ് ആണ് വരുന്നത്. ഇനിയോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഈ വാല്യൂ കൊടുത്തപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി, ബിക്കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രൂവ്ഡ് ആയി, ദാറ്റ്സ് ഇറ്റ്. ഇനി അതിനകത്ത് നിന്നുണ്ടാകുന്ന കുറച്ച് ഡിഡക്ഷൻസ് ആണ്. ഇത് ലോഗ് എ ബൈ ബി, ഇതെങ്ങനെ ചെയ്യാൻ? ഇതിനൊന്ന് ബേസ് ചേഞ്ചിങ് ഉപയോഗിക്കുക. എ ബൈ എന്താ കൊടുക്കുക? ബേസ് വല്ല എന്തെങ്കിലും തോന്നിയ ദിവസം ബേസ് കൊടുക്കുക, അത്ര തന്നെ. ഒരു കാര്യം ചെയ്യാം, ലോഗ് എ ബേസ് ഞാൻ കൊടുക്കാം. ലോഗ് ബി എ കൊടുത്ത് കഴിഞ്ഞാൽ സന്തോഷമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എ ആകുമ്പോൾ 1 ആവും. 1 ഡിവൈഡ് ബൈ ലോഗ് ബി ബൈ എ. ഇതൊന്നും തലയിരിഞ്ഞ് നമ്മൾ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ ബേസും ആർഗ്യുമെൻറ്റും തലയിരിക്കും. ഇനി ഇതിൻ്റെ പരിപാടി എന്താണ്? ഇതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്ന ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇവിടെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. 1 ഡിവൈഡ് ബൈ ബേസ് ചേഞ്ച് ആവും. ഇവിടെ 23 വരും, 27 വരും, അപ്പം 1/3 വരും, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അവിടെയും നമ്മൾ ഇവിടെ നമ്മൾ മറ്റേ ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യും. ലോഗ് സി ബൈ ലോഗ് ബി എന്താ കൊടുക്കുക? ഞാൻ എ കൊടുക്കാം, ബേസായിട്ട് എ കൊടുക്കാം. ശരി, എ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാധനത്തിന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ സാധനത്തിന് ഒരു വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ 1 ഡിവൈഡഡ് ബൈ ലോഗ് ബി എന്ന് എഴുതാം. ഇനി ഇവിടുന്ന് ഇത് ഇങ്ങനെയല്ല, സ്ക്വയർ, 2 മൾട്ടിപ്ലൈ ആയിട്ട് സ്ക്വയർ ആവും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് സി വരും. ഒരു സിയുടെ മുകളിൽ ലോഗ്, ഇനിയിപ്പോൾ ഞാൻ ഈ പവറാണല്ല, ഈ പവർ തലയിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? റെസിപ്രോക്കൽ ആയി കഴിഞ്ഞാൽ അത് എ ബി ആവും. പ്രൂവ് ആയില്ലേ? ഇതാ പവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ആയിട്ടാണ്. അടുത്ത ഡിഡക്ഷനാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ ഇങ്ങനെ ഓരോ സീരീസ് ആയിട്ട് വന്ന് ഇത് ഇവിടെ ഉണ്ടെങ്കിൽ അടിയിൽ ബേസ് ഉണ്ട്, ഇനി ഇതിൻ്റെ അടിയിൽ ബേസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കട്ടായി പോയിട്ട് ലാസ്റ്റ് ഇത് വരും. ആർഗ്യുമെൻ്റ് എന്നാൽ ലാസ്റ്റുള്ള ആർഗ്യുമെൻറ്റും ഫസ്റ്റുള്ള ബേസും വെച്ചിട്ട് ഒരു ലോഗ് വരും. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഓക്കെ, അതിന് ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവും. കട്ടായി പോകും, ഇത്രയേ ഉള്ളൂ. അടുത്തത് ഇതാണ് നോക്കിയോ. ഇനി ഇതിൻ്റെ മുകളിൽ പവർ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ പവർ ഉണ്ടെങ്കിൽ അത് പവർ ബാക്കോട്ടേക്ക് വരാൻ പറ്റും. നമ്മളെ ആർഗ്യുമെൻറ്റിൻ്റെ മുകളിൽ പവർ ഉണ്ടെങ്കിൽ ബാക്കോട്ടേക്ക് വരാൻ പറ്റുന്ന പോലെ തന്നെ ബേസിൻ്റെ മുകളിൽ പവർ ഉണ്ടെങ്കിൽ അത് ബാക്കോട്ടേക്ക് വരും. അതൊരു പ്രോപ്പർട്ടി ഓഫ് ലോഗാണ്. ജസ്റ്റ് അങ്ങനത്തെ പഠിക്കാനേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഇനി ഇതിൻ്റെയും പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? പ്രൂഫ് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എന്ത് ചെയ്യും? അവിടെ ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ. ബേസ് ചേഞ്ചിങ് ഫോർമുല ഇത് ഡിഡക്ഷൻ എന്ന് വിളിക്കുന്നത് വെച്ചാൽ ബേസ് ചേഞ്ചിങ് ഫോർമുലയിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതിനാ ലോഗ് എം എക്സ് ബൈ ബേസ് കൊടുക്കാം. ലോഗ് എ ബൈ ബേസ് എന്താ കൊടുക്കാം? ബേസ് എ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ? എ കൊടുക്കാം. ഇനി ഈ വൈ ബാക്കോട്ടേക്ക് വരും. അപ്പം ലോഗ് എ ടു ദ എ ദാറ്റ്സ് 1, സോ വൈ മാത്രമേ ഉള്ളൂ. എക്സ് ബാക്കോട്ടേക്ക് വരാം, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സ് ബൈ വൈ ലോഗ് എ ടു ദ എം ആയില്ലേ? കറക്റ്റ്. ഇനി റൂട്ടിനോടാണെങ്കിലും ഇതേ എക്സ്ചേഞ്ചിങ് പ്രോപ്പർട്ടി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം? എ ലോഗ് ബി എ റേസ് ടു 1/2 റൈറ്റ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാണ്. ഇതിലൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഡിവൈഡഡ് ബൈ ചെറുതായിട്ട് എഴുതാം അല്ലേ? ലോഗ് ബി എ ഡിവൈഡഡ് ബൈ നമുക്ക് പറയാൻ പറ്റും റൂട്ട് ഓഫ് ലോഗ് ബി എ എന്ന് എഴുതിക്കൂടെ? എഴുതുന്നതിന് തിരക്കേടില്ല. ശരിക്കേ, എന്നിട്ടോ ഇത് പവറിലുള്ള സാധനം തന്നെ അല്ലേ? അപ്പം ഞാൻ പവറുള്ള സാധനം ഇങ്ങനെ എഴുതും, റേസ് ടു 1/√ ലോഗ് ബി എ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച്, ദാറ്റ് മീൻസ് ബി റേസ് ടു
ആ ഒരു സാധനം. അപ്പോൾ ഇത് മുകളിലോട്ടേക്ക് വരുന്ന സമയത്ത് റൂട്ട് തലയിരിക്കും ലോഗ് എ ബി റൈറ്റ്. അപ്പോൾ ഞാൻ ഇനി പ്രൂഫ് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസിൽ പ്രൂഫിൻ്റെ ആവശ്യം വരും. ഓക്കെ, അതുകൊണ്ടാണ് പ്രൂഫ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ സമയം വന്നു നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഞാനെല്ലാം പ്രൂഫ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. പ്രൂഫ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ നമ്മളെ M*N ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്മൾ ജോൺ നേപ്പിയർ ഡെഫിനിഷൻ എഴുതുക, എന്നിട്ടോ MN ചെയ്യുക. അതേപോലെ M/N എന്നുള്ളതാണെങ്കിൽ ജോൺ നേപ്പിയർ ഡെഫിനിഷൻ ചെയ്യാം. ഒരുത്തന്നെ എക്സൈറ്റ് വിളിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് M/N ചെയ്യാം. അന്നേരം സിമ്പിളായിട്ട് കിട്ടും. പിന്നെയുള്ള മെയിനായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ചേഞ്ചിങ് തിയറം ആണ്. ബേസ് ചേഞ്ചിങ് തിയറം ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മളൊന്ന് ഒരു സംഭവം എക്സ് എന്ന് വിളിക്കുക, എന്നിട്ടോ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇട്ട് കൊടുക്കുക. അന്നേരം സംഭവം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടും സ്വാഭാവികമായിട്ടും. ബേസ് തിയറത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറച്ച് ഡിഡക്ഷൻസ് ആണ്. ഇതൊക്കെ വളരെ ബേസിക്സ് ആണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, വളരെ സിമ്പിൾ.